മുതിർന്ന സിനിമാ പ്രവർത്തകൻ, അതിലുപരി പല്ലാങ്കുഴി എന്ന ചിത്രം സംവിധാനം ചെയ്ത് സാംബശിവൻ എന്ന അതുല്യ കഥാകാരനായിരുന്നു കഥാപ്രസംഗം. ആ ഖാദികനെ വെള്ളിത്തിരയിൽ നായകനായി അഭിനയിപ്പിച്ചുകൊണ്ട് സംവിധാനം ചെയ്ത സംവിധായകനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എൻ ശ്രീധരൻ സാറിനെ രണ്ട് വാക്ക്. അവനാഴിയൊക്കെ റിലീസിങ് സമയത്ത് നല്ല ആവേശത്തോടെ കണ്ടിരുന്ന വ്യക്തിയാണ് അല്ലേ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പുതിയ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന്. എനിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായം പറയാനുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഈ മാറ്റം അനുസരിച്ച്, സാങ്കേതിക വിദ്യയുടെ ഈ മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും പുതിയതായിട്ടല്ല, പഴയതിന് പുതിയ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ വളർന്നിട്ടുണ്ട്. ഞാൻ വരുന്നത് ഇവരുടെ ശശി അരിയനെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഞാൻ. അവരുടെയൊക്കെ അപാരമായ കഴിവ് കൊണ്ട് ഞാൻ അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ഞാനുണ്ട്. വളരെ അടുത്ത സുഹൃത്താണ് ശശി. ഞങ്ങളെ കുറിച്ച് താമസിച്ചിട്ടുണ്ട്. ആ കൂടൊക്കെ സഹകരിച്ചെങ്കിലും ശശിയൊക്കെ ചെയ്യുന്ന കണ്ട് അന്തം വളരെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അപാര കഴിവുള്ള ഒരു കലാകാരനാണ്. അതുപോലെ അരിയൻ. അന്നൊന്നും സിനിമാധികമില്ല, വിശ്വന്തരം. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് കളറിലേക്ക് വന്നു. വലിയ മാറ്റം വരുത്തി ആ തലമുറയിൽ വലിയ അതിശയമായിരുന്നു സിനിമ. പുതിയ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോൾബി സിസ്റ്റം വന്നു, 4K വന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റം പുതിയ സിനിമയിലെല്ലാം അത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പഴയ സിനിമ ആ രീതി പാകപ്പെടുത്തി എടുത്തപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഇറങ്ങിയ പടങ്ങളൊക്കെ ഇന്ത്യക്ക് വിജയം നോക്കിയപ്പോൾ അത് വളരെ വിജയമായിട്ട് തോന്നി. അപ്പോൾ ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു. റീമാസ്റ്ററിങ് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മുടെ ക്ലാസിക് സിനിമകളുണ്ട്. പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഇരുട്ടിൻ്റെ ആത്മാവ്, നിർമാല്യം, ഓളവും തീരവും, അങ്ങനെ കുറേ ഹിറ്റ്. ഈ പുതിയ ജനറേഷൻ അത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുകൂടെ റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വിജയമായിരിക്കും എൻ്റെ ഒരു തോന്നലുണ്ട്. അതിന് സാറിനെ പോലുള്ള ആളുകൾ അതിലൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ. ഇവർ കണ്ടിട്ടില്ല നിർമാല്യം. അതിൻ്റെയൊക്കെ പ്രമേയം അത്ര വളരെയധികം മെച്ചപ്പെട്ട പ്രമേയങ്ങളാണ് എല്ലാത്തിനും. ഇരുട്ടിൻ്റെ ആത്മാവ്, പ്രേംനസീറിന് അംഗീകാരങ്ങൾ കിട്ടിയ പടങ്ങൾ, പഴയ കുറേ പടങ്ങളുണ്ട്. അത് പുതിയ ജനറേഷന് ആസ്വദിക്കത്തക്ക രീതിയിൽ സാങ്കേതിക വിദ്യ അതിനുവേണ്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു മാറ്റമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറേയേറെ സിനിമകളുണ്ടാണ് ഞാൻ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതും ഞങ്ങളൊക്കെ അന്ന് കണ്ട് വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാണ് ഈ നിർമാല്യം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും. അങ്ങനെ കുറേ അതൊക്കെ റീമാസ്റ്റർ ചെയ്താൽ എങ്ങനെയാകും എന്നറിയത്തില്ല. അതിനൂടെ ഒരു ശ്രമം നടത്തിയാൽ പുതിയ ജനറേഷൻ അതൊരു അറിവ് പകർന്നു കൊടുക്കുകയും പുതിയൊരു സംസ്കാരത്തിൻ്റെ ചുവടുവയ്പും കൂടെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അത് സാജൻ സാറിനോട് പ്രത്യേകിച്ചും ഈ രംഗത്ത് സാറ് ആരംഭിച്ച് വെച്ച ഇത് വളരെ വിജയമാണ്. എനിക്ക് സാജൻ സാറിനെ നേരത്തെ അധികം ഓർമ്മ ഉണ്ടാകും തോന്നുന്നില്ല. ഞാൻ കോട്ടയംകാരനാണ്. അപ്പോൾ സാറ് അന്നത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് എല്ലാം കോട്ടയത്തായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. പഴയ നല്ല നീലക്കുയിൽ, അതുപോലെ ഈ പാർക്കിംഗ് നിലയം, അതൊക്കെ മ്യൂസിക്കലായിട്ടും എല്ലാം വളരെ വ്യത്യസ്തമായ സാധനങ്ങളായി ജനറേഷൻ അത് ആസ്വദിക്കാവുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ വളരെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് അതിനെ ഡോൾബിയിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചെമ്മീൻ അതൊക്കെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ തലവെള്ളം വരുന്ന പോലെ തോന്നും. അത്ര എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിലേക്കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് സാറിനോട് ഓർപ്പിക്കുന്നു. അത് അത്ര വലിയ കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പുതിയ ജനറേഷൻ അതിൻ്റെ അറിവും ഈ തലമുറയ്ക്ക് ഒരു പുതിയ വഴിത്തിരിവും കൂടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ ടെക്നോളജി അത്രയധികം വളർന്നിട്ടുണ്ട്. ഇനിയും സിനിമയുടെ സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ പറ്റിയോടൊന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക്സ്.